47 വർഷത്തെ ഇസ്ലാമിക ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇറാനിയൻ ജനത പൊരുതുകയാണ്. 47 വർഷം മുമ്പ് ഇറാൻ ഒരു ആധുനിക രാജ്യമായിരുന്നു. ഭരണം നടത്തിയിരുന്ന ഷാ ഭരണകൂടം ജനങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിയിരുന്നു. അന്ന് ഇറാൻ പേർഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പേർഷ്യക്കാരാണ് പാഴ്സികൾ. ഇസ്ലാമിക ആക്രമണകാരികൾ പേർഷ്യയെ ആക്രമിച്ച് 8-10 നൂറ്റാണ്ടുകളിൽ തുടങ്ങിയതാണ് ഇറാനിയൻ ജനതയുടെ പലായനം. നമ്മുടെ ടാറ്റയുടെ പൂർവികർ അങ്ങനെ വന്നവരാണ്. 1979 ഇറാനിൽ ഇസ്ലാമിക റെവല്യൂഷൻ എന്ന പേരിൽ അയത്തുള്ള ഖമീനി അധികാരം ഏൽക്കുന്നത്. പാരീസിൽ നിന്ന് വന്ന ഖമീനി വികസന അജണ്ട മുന്നോട്ട് വച്ചാണ് അധികാരത്തിൽ എത്തിയതെങ്കിലും 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും നിലവിലെ ഭരണഘടനയെ റദ്ദു ചെയ്ത് ശരിയ നിയമം നടപ്പിലാക്കി. ഫാഷൻ ഷോകളും തിയേറ്ററുകളും സംഗീത നിശകളും സർവ്വസാധാരണമായിരുന്നു. പെൺകുട്ടികൾ ഹാഫ് സ്കർട്ട് ധരിച്ച് തെരുവിലൂടെ സ്വതന്ത്രമായി നടന്നിരുന്നു. ഇറാനിയൻ സിനിമ ലോകപ്രസിദ്ധമായിരുന്നു. സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിരുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇറാനിലും വിദേശത്തും തൊഴിലെടുത്ത് ആ രാജ്യത്തെ സമൃദ്ധമാക്കി. ഖമീനിയുടെ ശരിയ അടിസ്ഥാനമാക്കിയുള്ള ഭരണം ജനങ്ങൾക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു. സർവകലാശാലകൾ മതവൽക്കരിച്ചു. ബുർഖ നിർബന്ധമാക്കി. മതപാഠശാലകൾ ശക്തിയാർജിച്ചു. സ്ത്രീകൾക്കുണ്ടായിരുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും എടുത്തുകളഞ്ഞു. പാശ്ചാത്യ സംസ്കാരം ഇറാനെ നശിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ മതപരമായ അടിമത്തത്തിലേക്ക് 7-ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിലേക്ക് ഇറാനിയൻ ജനതയെ തള്ളിവിട്ടു. ഇത് ഇറാനകത്ത് മാത്രമല്ല, ലോകത്താകമാനം വലിയ പ്രതിഷേധത്തിനിടയാക്കി. യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ ഇറാൻ്റെ സമ്പദ്വ്യവസ്ഥ തകരാൻ തുടങ്ങി. കഴിഞ്ഞ 47 വർഷമായി ഇറാനിയൻ ജനത മതത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോവുകയായിരുന്നു. 49 ഇസ്ലാമിക റവല്യൂഷന് ശേഷം ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പല പാർട്ടികളെയും പ്രതിഷേധിച്ചവരെയും നിഷ്ഠൂരമായി അടിച്ചമർത്തി. ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കൊല ചെയ്യപ്പെട്ടു. ജനാധിപത്യവാദികളെ തുറുങ്കിലടച്ചു. വിചാരണ കൂടാതെ തൂക്കിലേറ്റി. മാധ്യമ സ്വാതന്ത്ര്യം എടുത്തുകളഞ്ഞു. ലോകത്താകമാനമുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് ഇറാൻ പണം നൽകി സഹായിച്ചിരുന്നു. നമ്മുടെ കാശ്മീരിൽ പോലും തീവ്രവാദത്തെ വളർത്തുന്നതിന് പാകിസ്ഥാനെ സഹായിച്ചത് ഇറാനാണ്. ഇതിനിടയിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 49 മുമ്പ് ഷാ ഭരണകാലത്ത് അമേരിക്കയാണ് ഇറാന്, അതായത് അന്നത്തെ പേർഷ്യയ്ക്ക് എനർജി പർപ്പസിനായി ആണവ ഊർജ്ജ നിലയം സ്ഥാപിച്ചു നൽകിയത്. ഈ നിലയത്തെ പരിഷ്കരിച്ച് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ തുടങ്ങി. ആദ്യം ഇത് തിരിച്ചറിഞ്ഞത് ഇസ്രയേൽ തന്നെയായിരുന്നു. ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. ഇസ്രയേലിനെ തകർക്കാനായി ഇറാൻ പോറ്റി വളർത്തിയതാണ് ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൗത്തികളും. 2003 ഒക്ടോബർ 7 പാലസ്തീനിലെ തീവ്ര ഇസ്ലാമിക സംഘടനയായ ഹമാസ് ഇസ്രയേലിൽ ന്യൂ ഇയർ ആഘോഷിക്കാനെത്തിയ യഹൂദരെ ആക്രമിക്കുകയും ഇസ്രയേലി പൗരന്മാരെ വധിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സ്ത്രീകളെയും കുട്ടികളെയും നിഷ്ഠൂരമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ശേഷം തട്ടിക്കൊണ്ടുപോയവരെ ബങ്കറിൽ വെച്ച് നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തു. യുവതികളെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിക്കുകയുണ്ടായി. അതിനെതിരായ ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം നമ്മൾ കണ്ടതാണ്. ഹമാസ് തലവനടക്കം വധിക്കപ്പെടുകയും ഹമാസിനോടൊപ്പം പാലസ്തീനും തകർന്ന് തരിപ്പണമായി മാറി. ഇറാനിലേക്ക് വന്നാൽ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. ബുർഖ ഉപേക്ഷിച്ച് സ്ത്രീകൾ തെരുവിലിറങ്ങി. മാസ അമിനി എന്ന പെൺകുട്ടിയെ ഇറാനിയൻ സദാചാര പോലീസ്, സദാചാരമോ ദുരാചാരമോ എന്ന് സംശയിക്കണം, നിഷ്ഠൂരമായി വധിക്കുകയും തെരുവിലിറങ്ങിയ സ്ത്രീകൾ മുടിമുറിച്ചും പർദ്ദയൂരി തീ കത്തിച്ചും പ്രതിഷേധിച്ചു. പതിവ് പോലെ നിഷ്ഠൂരമായ അടിച്ചമർത്തലുകൾ, ആയിരക്കണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെടുകയും തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്തു. ഒരു നെരിപ്പോട് പോലെ പൊതിഞ്ഞുകൊണ്ടിരുന്ന ഇറാനിയൻ ജനതയുടെ രോഷം ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വിലക്കയറ്റം, കറൻസിയുടെ മൂല്യശോഷണവും മറുഭാഗത്ത് കുടിവെള്ളത്തിൻ്റെ അഭാവം. ആണവായുധ നിർമ്മാണത്തിനായി യുറേനിയം എൻറിച്ച് ചെയ്യുന്നതിന് ധാരാളം ജലം ആവശ്യമാണ്. റിസർവോയറിലെ ജലം മുഴുവൻ ഇതിനായി ഉപയോഗിച്ചതോടെ ജനങ്ങൾക്ക് മതിയായ അളവിൽ കുടിവെള്ളം ലഭ്യമല്ലാതായി. ഇറാനിയൻ റിയാലിൻ്റെ വിലയിടിവിൻ്റെ സ്ഥിതി അറിയണമെങ്കിൽ ഡോളറുമായി താരതമ്യം ചെയ്യണം. $1 42,000 ഇറാനിയൻ റിയാൽ നൽകണം. അതായത് $1 1 ചാക്ക് റിയാൽ നൽകണമെന്ന്. തെരുവിൽ കലാപത്തിനിറങ്ങിയ ജനങ്ങൾ പഴയ ഷാ ഭരണകൂടം തിരിച്ചു കൊണ്ടുവരാനായി ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക ശരിയ നിയമങ്ങളും മുള്ളമാരുടെയും മൗലവിമാരുടെയും ആധിപത്യത്തെയും അവർ വെല്ലുവിളിക്കുന്നു. ബാൻഡ് വാദ്യങ്ങളുമായി സ്ത്രീകളടക്കം തെരുവിൽ പ്രതിഷേധിക്കുന്നു. ഖമനയെ വധിക്കണമെന്ന് വരെ ചുവരെഴുത്ത് നടത്തുന്നു. ഇതിനകം
400-ലധികം പേരെ പട്ടാളം വെടിവെച്ചു. നഗരങ്ങളിൽ കലാപം കത്തിപ്പടരുകയാണ്. വൈദേശികമായ അറബി സംസ്കാരത്തെ ബഹിഷ്കരിക്കാനും ഇസ്ലാമിക ആധിപത്യം അവസാനിപ്പിക്കാനും ജനം ആവശ്യപ്പെടുന്നു. പഴയ പേർഷ്യൻ സംസ്കാരം പുനഃസ്ഥാപിക്കണമെന്ന് അവർ ആവശ്യമുന്നയിക്കുന്നു. 90%-ലധികം ഷിയ മുസ്ലിങ്ങളുള്ള ഇറാനിലെ ജനത ഇസ്ലാമിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതൊരു വിദേശ സംസ്കാരമാണെന്നും തങ്ങൾക്കത് ആവശ്യമില്ലെന്നും അവർ പറയുന്നു. മദ്രസകളിൽ യുവാക്കൾ എത്തുന്നില്ല. ഈ നിന്ന് കത്തുന്നത് ഖമൈനി നിസ്കരിക്കുന്ന മസ്ജിദാണ്. സമീപത്തുള്ള മദ്രസയ്ക്കും തീയിട്ട് കഴിഞ്ഞു. കലാപം പടരുകയാണ്. ഇസ്രയേലിനെതിരെയുള്ള ഇറാൻ്റെ പടനീക്കം മുഴുവൻ ഇസ്ലാമിക ദേശത്തിൻ്റെയും അധിപതിയാവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വിദഗ്ധർ നിരീക്ഷിക്കുന്നു. എന്നാൽ ഷിയ മുസ്ലിമായ ഇറാൻ്റെ ഈ കുതന്ത്രത്തിൽ സൗദി അടക്കമുള്ള സുന്നി രാജ്യങ്ങൾ വീണില്ല. ഇതിനിടയിൽ ഇസ്രയേലും സൗദിയുമായി ഉണ്ടാക്കിയ കരാർ ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഹമാസും ഹിസ്ബുള്ളയും ഹൗത്തികളും മാത്രമല്ല അവരുടെ തലതൊട്ടപ്പനായ ഇറാനും പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി എന്ത്? ഇതിനിടയിൽ ഇറാൻ്റെ സുഹൃദ് രാജ്യമായ റഷ്യയിൽ നിന്നും ഒരു കാർഗോ വിമാനം ഇറാനിൽ പറന്നിറങ്ങി. ഖമനേയി ഇറാൻ്റെ സമ്പത്തുമായി റഷ്യയിലേക്ക് പലായനം ചെയ്യാനാണെന്ന സംശയവും ബലപ്പെടുന്നു. അതിൽ ജനങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധങ്ങളാണെന്ന വാർത്തയും പരക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഖമനേയിയെ വധിക്കണമെന്ന് വരെ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കും. 47 വർഷക്കാലം ഭരിച്ച ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനെതിരെ ജനങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിനായി തെരുവിലിറങ്ങുന്നുവെങ്കിൽ ആ ഭരണം ജനങ്ങൾക്ക് നൽകിയത് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. സമാനമായ സ്ഥിതിയാണ് പാകിസ്ഥാനിലുമുള്ളത്. പാകിസ്ഥാൻ എങ്ങനെയാണോ തീവ്രവാദത്തിൻ്റെ ഫാക്ടറിയായി ലോകത്തിൻ്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്നത് എന്നതിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദം ഒരു ജനതയെ എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ. 1 കിലോ ആട്ടയ്ക്ക് 250 രൂപ, 1 ലിറ്റർ പെട്രോളിന് 1250 രൂപ. പാകിസ്ഥാനിലും കലാപം തുടങ്ങിക്കഴിയും. ഈ അടുത്ത കാലത്ത് ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഭരണകൂട അട്ടിമറികൾ നടക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും CIA ഓഫ്ഷൂട്ടായ സോറോസിൻ്റെ ഡീപ് സ്റ്റേറ്റുമായിരുന്നു. അതുല്യമായ അട്ടിമറിക്ക് ഇന്ത്യയിലും ശ്രമങ്ങൾ നടന്നു. കർഷക സമരവും ഷഹീൻ ബാഗിൽ നടന്ന CAA വിരുദ്ധ കലാപവും നൽകുന്ന സൂചന മറ്റൊന്നല്ല. അമേരിക്കയുടെ വാലാട്ടിയായി നിന്ന് ഇവിടുത്തെ യുവാക്കളെ തെരുവിലിറക്കാൻ രാഹുലിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഭാരതത്തിലെ യുവതലമുറ വളരെ ബോധവാന്മാരാണ്. അവർ കലാപമല്ല ക്രിയാത്മകമായ മുന്നേറ്റമാണ് ആഗ്രഹിക്കുന്നത്. മോദി ഭരണത്തിൽ ഭാരതത്തിലെ ജൻസി സംതൃപ്തരാണ്. അവർക്ക് ഭാവിയെപ്പറ്റി ആശങ്കയില്ല, ശുഭ പ്രതീക്ഷയാണുള്ളത്. ഇറാനിലെ ജൻസി നിലനിൽപ്പിനും മാറ്റത്തിനുമായി തെരുവിലിറങ്ങുമ്പോൾ ഭരണകൂടങ്ങൾ ചിന്തിക്കേണ്ടത് മതത്തിനുപരിയാണ് ജനങ്ങളുടെ ജീവിതം എന്ന യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായാൽ ഖമനേയിക്ക് രാജ്യം വിട്ട് റഷ്യയിലേക്കോ മറ്റോ പലായനം ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം ഖമനേയി ജനരോഷത്താൽ വധിക്കപ്പെടും. രണ്ടായാലും ഇപ്പോഴത്തെ കലാപത്തിൻ്റെ ഗതി കണ്ടിട്ട് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ തലയ്ക്ക് മീതെ അതെത്തിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. 2-1 എന്ന അവസ്ഥ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു. കലാപം വിജയിച്ചാൽ ഒരു തീവ്ര ഇസ്ലാമിക രാജ്യം കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാകും. കഴിഞ്ഞ എപ്പിസോഡിൽ താജിക്കിസ്ഥാൻ ഇസ്ലാം മത ആചാരങ്ങളിൽ നിന്നും എങ്ങനെ പുറത്തു കടന്നോ അതുപോലെ ഇറാനിയൻ ജനതയും ഷിയ ഭരണത്തെ തൂത്തെറിഞ്ഞ് ഒരു പുതിയ പേർഷ്യ സൃഷ്ടിക്കും. സൗദിയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ തീവ്ര ഇസ്ലാമിക ചട്ടക്കൂട് ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് വഴിമാറിയിരിക്കുന്നു. അതുപോലെ മാറാൻ തയ്യാറെടുക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. ലോകത്തിൻ്റെ മുഴുവൻ അപ്പനാവാൻ ആഗ്രഹിക്കുന്ന തുർക്കിയിൽ 48% ആൾക്കാർ മാത്രമാണ് മതവിശ്വാസികളായിട്ടുള്ളത് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. ബാക്കിയുള്ള ജനത അത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. കണക്കിൽ 98% മുസ്ലിങ്ങളാണെങ്കിലും അവർ ആ ചട്ടക്കൂടിന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ അവരും കാണുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇത്ര മനോഹരമായ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും അവസരങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യയിൽ ലോകം ഉപേക്ഷിക്കുന്ന മത തീവ്രവാദ ജീവിതത്തിനായി പൊരുതുന്നവരുണ്ടെന്ന വിരോധാഭാസം തന്നെ. സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാനാണ് ജനം എന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇറാനിയൻ ജനതയുടെ പോരാട്ടത്തിന് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കലാപം അതിശക്തമായി പടരുകയാണ്. റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനെ വരെ ജനം വധിച്ചു കഴിഞ്ഞു. മദ്രസകളും മറ്റും തീയിട്ട് നശിപ്പിക്കുന്നു. 14,000-ഓളം ആൾക്കാർ ഇതിനകം കൊല ചെയ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതേസമയം പട്ടാളത്തിന് മേലുള്ള ആക്രമണവും മറുഭാഗത്ത് തുടരുന്നു. ജനം പൂർണ്ണമായും തെരുവിലിറങ്ങി കലാപം ചെയ്യുകയും ഒന്നേ പറയാനുള്ളൂ, മാറാത്തത് മാറും. നന്ദി, നമസ്കാരം.